അപ്പൊ ഈ അടുത്ത് നമുക്ക് കുറച്ച് ഭാഗ്യം കൂടുതലാണല്ലോ നമ്മുടെ ജീവിതം ഇങ്ങനെ. ഇവിടെ വന്നാൽ സ്ട്രേറ്റ് കൊക്ക. അപ്പം തിരുവനന്തപുരത്തുകാർ ഒട്ടും വിഷമിക്കണ്ട. പല പല പാലങ്ങൾ ക്രോസിംഗ്. വ്യൂ പോയിന്റ് ഏറ്റവും മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. സ്വർഗം. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് വാഗമൺ പോകുന്ന റോട്ടിലാണ്. അപ്പൊ നിങ്ങൾക്ക് ചുറ്റും കാണുമ്പോൾ അറിയാം, നല്ല അടിപൊളി ആംബിയൻസ് ആണ്. ഇപ്പൊ നമ്മുടെ ആയിട്ടൊരു സംഭവം ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഈ യൂട്യൂബിൽ കാണുന്ന നമ്മുടെ ഫാമിലി ലൈഫ് ഒന്നും എല്ലാം ഫേക്ക് ആണ്. അപ്പം അതൊക്കെ റിയൽ ലൈഫായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് കണ്ട ആൾക്കാരൊക്കെ മണ്ടന്മാരായി. അപ്പൊ അങ്ങനെ കുറെ സംഭവം ട്രെൻഡിങ് ആണല്ലോ. അപ്പൊ അതിനെ കുറച്ച് കാര്യങ്ങൾ നമുക്കും പറയാനുണ്ട്. പോയാലോ? പോവാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്കിത് യാത്ര പോയാലോ? നല്ല വാഗമൺ വഴി പോകുന്ന ആ സ്ഥലത്ത് നല്ല അടിപൊളി കാഴ്ചകളാണ്. നമ്മളിപ്പോൾ ആക്ച്വലി ഇന്ന് ടോപ്പിലെത്താറായി. ഇനി ഒരു 7 കിലോമീറ്ററും കൂടെ ഉണ്ട്. ഇന്ന് നിറയെ ആളുണ്ട്. ഇന്നൊരു സാറ്റർഡേ ആണ്, അതുകൊണ്ട് തന്നെ ഭയങ്കര ലൈവ്ലി ആണ്. സൈഡിലൊക്കെ ഇഷ്ടംപോലെ കടകളുണ്ട്. നമുക്ക് അത്യാവശ്യമുള്ള സംഭവങ്ങളൊക്കെ പെട്ടെന്ന് കഴിക്കാൻ പറ്റും. നമ്മളിത് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആണ്. അപ്പൊ ഈ അടുത്ത് നമുക്ക് കുറച്ച് ഭാഗ്യം കൂടുതലാണല്ലേ. നമ്മൾ എവിടെ ചെന്നാലും കുറച്ച് മഞ്ഞ് കാണുന്നുണ്ട്. ഇന്ന് മഴയും ഇല്ല, അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ഇപ്പൊ ഇവിടെയും കുറച്ചിപ്പോൾ നിങ്ങൾക്ക് കാണാം, കുറച്ച് മഞ്ഞ് മൂടി കിടപ്പുണ്ട്. നമ്മൾ ലാസ്റ്റ് ടൈം പൊന്മുടി പോയപ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു. നല്ല ക്ലൈമറ്റ് ആണ്, ഒരു വെയിലൊന്നുമില്ല, നല്ല ഒരു സമാധാനമായിട്ടുള്ള ക്ലൈമറ്റ് ആണ്. അപ്പൊ ഇതൊരു വ്യൂ പോയിന്റ് ആണ്. ഇതിന്റെ പേര് ഞങ്ങൾ ശരിക്കും ഓർക്കുന്നില്ല. എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യൂ പോയിന്റ് ആണ്. ഇവിടെ ഒന്നും എഴുതിയും വെച്ചിട്ടില്ല. പക്ഷേ ഇതിന്റെ പേര് തീക്കോയി ഗ്രാമപഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്താണ്. എന്തോ ഒരു വ്യൂ പോയിന്റ്. ഇത് ഫേമസ് ആണ് ഈ സാധനം. പക്ഷെ എന്താണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് പേര് കിട്ടുന്നില്ല. പക്ഷെ എന്തായാലും അടിപൊളിയാണ്. അപ്പൊ ഞങ്ങൾ വലിയ പ്ലാനോട് കൂടിയൊക്കെയാണ് എപ്പോഴും ഇറങ്ങുന്നത്. പ്ലാനുകളെല്ലാം പെട്ടെന്നായിരിക്കും, പെട്ടെന്ന് ഇറങ്ങും. അങ്ങനെയാണ്. അപ്പൊ നമ്മൾ ആക്ച്വലി ലേക്കിൽ പോകാന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. പക്ഷെ വഴി തെറ്റി. അതെ, നമ്മളിപ്പോ മണ്ണിൽ നിൽക്കുന്നത് അഡ്വഞ്ചർ പാർക്കിലാണ് നിൽക്കുന്നത്. അതെ, അഡ്വഞ്ചർ പാർക്കിലാണ് നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഞങ്ങൾ പറഞ്ഞു തരാം. അതിൽ എൻട്രിയിൽ നമുക്ക് ടിക്കറ്റ്സ് ഉണ്ട്. ഒരു കാറാണെങ്കിൽ 25 റുപ്പീസാണ്. പിന്നെ പെർ പേഴ്സൺ 25 30 എന്തോ ആണ് കേട്ടോ, ശരിക്കും ഓർക്കുന്നില്ല. അപ്പോൾ എല്ലാം കൂടെ ഞങ്ങൾക്ക് ഒരു കാറിനും 2 ആൾക്കും കൂടി 80 രൂപയായി. അപ്പോൾ നിങ്ങൾ ഡിവൈഡ് ചെയ്തെടുത്തു. അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് നേരെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലവർ ഗാർഡൻ കാണും. അവിടത്തേക്ക് വേണമെങ്കിലും എൻട്രി എടുക്കാം. പക്ഷേ ഞങ്ങൾ എടുത്തത് അഡ്വഞ്ചർ സോണിലോട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ വരുമ്പോഴത്തേക്കും ഫ്ലവർ ഗാർഡൻ്റെ അവിടെ നിന്ന് 2 കിലോമീറ്റർ വരുമ്പോഴത്തേക്കാണ് നമ്മുടെ അഡ്വഞ്ചർ സോൺ വരുന്നത്. അപ്പോൾ ഇവിടെ വളരെയധികം ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ അതിന് എല്ലാത്തിനും സെപ്പറേറ്റ് ടിക്കറ്റ് ആണ് കേട്ടോ. നിങ്ങൾ എൻട്രി എന്ന് പറഞ്ഞാൽ നമുക്ക് കാറ് കയറും, നമ്മൾ കയറാനുള്ള എൻട്രി പാസ്സാണ്. അല്ലാതെ ഓരോ റൈഡിലും കയറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ഫീ പേ ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വഴിയെ കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ. ബാക്കി വിശേഷങ്ങൾ നമുക്ക് വഴിയെ കാണാം. അപ്പോൾ പോയാലോ? നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞതാണ്. വരുന്ന വഴിക്ക് ഇവിടെ അടിപൊളി ഒരു ലേക്ക് കാണുന്നുണ്ട്. അടിപൊളി അവിടെ എന്തൊക്കെയോ സംഭവം ഉണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ്, അറിയത്തില്ല. അതെ, അപ്പോൾ ഇവിടെ ബോട്ടിങ്ങും ഉണ്ട് കേട്ടോ. നമുക്ക് അതിനൊന്നും സമയം കിട്ടിയിട്ടില്ല. നമ്മളിപ്പോൾ ഏകദേശം 4 മണി ആവാറായി. അപ്പം നമുക്കിപ്പോൾ അഡ്വഞ്ചർ സോണിലോട്ട് വെച്ച് പിടിക്കുവാണ്. കുറച്ചുകൂടെ പോകാനുണ്ട്. അപ്പം നമുക്ക് ബാക്കി നോക്കാം. ഇവിടെ കുറേ പേര് ബോട്ടിങ്ങിന് വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കാരണം ഇവിടെ നിന്നാണ് നമ്മുടെ ബോട്ടിംഗ് പോയിന്റ്. ഇവിടെ കയാക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അതിനുള്ള ഒരു സ്ഥലമാണ് ഇവിടെ. അടിപൊളി വ്യൂ ആയിട്ടുണ്ട്. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട് കേട്ടോ, ഈ കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാനായിട്ട്. നമുക്ക് പോകുന്ന വഴിക്കൊക്കെ ഇതുപോലെ കുറേ എന്താ പറയുക റെസ്റ്റിംഗ് പ്ലേസസ് ഉണ്ട് കേട്ടോ. കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് മറ്റേ നമ്മൾ ലുലു മോളിലൊക്കെ കാണുന്ന പോലത്തെ ട്രെയിനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മളിതേ ഇവിടെ ഒരു സ്ഥലം കണ്ടുപിടിച്ച് ഭയങ്കര തിരക്കായിട്ടോ ഇന്ന്. സ്കൂൾ പിള്ളേരും അല്ലാത്തവരും ഒക്കെ അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു സമയമാണ് ഇന്ന്. നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ഇങ്ങ് മുകളിൽ വന്നിട്ടുണ്ട്. നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു പാർക്കുകളൊക്കെ ഉണ്ട്. ഇവിടെ പിള്ളേർ സിപ്പ് ലൈനും പിള്ളേർക്കുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആർച്ചറി, പിന്നെ പെയിന്റ് ബോൾ ഗെയിം, ATV റൈഡ്, അങ്ങനെ കുറേ ഇവിടെ എത്രയും ആക്ടിവിറ്റീസ് ഉണ്ട്. ബൈച്ചൊക്കെ കാണാം. അവിടെ ഒരു പാലം പോലത്തെ ഒരു സംഭവം കണ്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് പോകും. ഇവിടെ ആർച്ചറി ഉള്ളത് ഇവിടെയാണ്. പല പല പാലങ്ങൾ ക്രോസിംഗ്, ചെറുത് വലുത് അതിനേക്കാളും വലുത്. നമുക്ക് ആ പാലത്തിലോട്ട് കയറാം. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നമുക്കത് അവിടെ ഒരു ലേക്കൊക്കെ കാണാം. അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. നമുക്ക് പതുക്കെ താഴോട്ട് പോകാം. എവിടെ നിന്നുള്ള വ്യൂ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ മുട്ടക്കുന്ന് ഇഷ്ടംപോലെ. അവിടെ ബോട്ടിംഗ് ഒക്കെ നല്ല രസമുണ്ട് കാണാം. ഇവിടെ നോക്കുമ്പോൾ നല്ല രസമാണ്. തെന്നത്തൊന്നുമില്ല കേട്ടോ. ഇവിടെ നല്ല മറ്റേ റഫ് സാധനം ഇട്ടേക്കുന്നത്. ഒരു കുഴപ്പമില്ല. ഇവിടെയാണ് ആക്ടിവിറ്റീസ്
സ്വിംഗ് ആണ്, നല്ല പോകുന്നതാണ് തോന്നുന്നത്. അപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. ആ കാണുന്നതാണ് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ്. ഇപ്പൊ എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്. ടിക്കറ്റ് എല്ലാം ക്ലോസ് ആയി. 3:30 ആയപ്പോഴത്തേക്കും 5:30 ആയപ്പോഴത്തേക്കും ടിക്കറ്റ് എല്ലാം ക്ലോസ് ആയി. ഇപ്പൊ 4:30 മണിയായി. അതുകൊണ്ട് നമുക്ക് കയറാൻ പറ്റില്ല. പക്ഷെ അതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. അവിടുത്തെ വ്യൂ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിൽ വരണം താല്പര്യമുള്ളവരാണെങ്കിൽ നേരത്തെ വരിക, രാവിലെ വന്നാലേ കയറാൻ പറ്റുള്ളൂ. 5:30 വരെയാണ് ഗ്ലാസ് ബ്രിഡ്ജ് ഓപ്പൺ. അപ്പോൾ നമുക്ക് അവിടെ കയറിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, കാരണം ഫുള്ള് കോടയാണ്. ഇപ്പോൾ കോട ഉണ്ടായിട്ട് കയറിയിട്ട് കാര്യമില്ല. ഇഷ്ടം പോലെ ആൾക്കാർ വെയിറ്റിംഗ് ആണ്. എവിടെയെങ്കിലും നടക്കാം, ഒന്നിനെ കയറിയില്ലല്ലോ, നമുക്ക് കണ്ട് ആസ്വദിക്കാമല്ലോ. കയറുന്നതിനൊക്കെ സെപ്പറേറ്റ് ചാർജാണ്. അത് നമ്മളിപ്പോൾ പറയുന്നില്ല, കാരണം വിളിച്ചന്വേഷിച്ചാലും നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അടുത്ത ഒരാൾ സൈക്ലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്. ഇവിടെ നിന്ന് അങ്ങ് എൻ്റെ വരെ പോകും. ആ ബിൽഡിംഗ്, ആ ഇത് കാണുന്നതാണ്. പിന്നെ നമ്മുടെ താഴേക്ക് പോകുന്ന ആ വഴിയാണ് നിങ്ങൾ കാണുന്നത്. നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിലേക്കുള്ള വഴിയാണ്. പകുതി ജീവൻ പോയി. ഫോൺ ചെയ്തുകൊണ്ട് ഫോണില്ല ഒന്ന് വിളിക്കാൻ. ഇവിടെ ഫിഷ് സ്പാ, ഹെയർ മസാജ്, ചെയർ മസാജ് അതൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഇവിടെയാണ് നമ്മുടെ ബുക്കിംഗ് ഓഫീസ് വന്നിട്ട്. ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാൽ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്, സ്കൈ സൈക്ലിംഗ് ഉണ്ട്, ഫ്രീ ഫോൾ ഉണ്ട്, സ്കൈ റോളർ ഉണ്ട്, ജെയിൻ സ്വിംഗ് ഉണ്ട്, റോക്കറ്റ് എജക്ടർ ഉണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ റേറ്റ്സ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കാം. ഇവിടെ നമുക്ക് വ്യൂ പോയിന്റ് ഒക്കെ കാണാനായിട്ട് ഇങ്ങനെ കയറുന്ന ഒരു ഏണിപ്പടി പോലത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അങ്ങ് മേളിൽ ചെന്ന് നിന്നാൽ നല്ല അടിപൊളി വ്യൂ ആയിരിക്കും. അപ്പം തിരുവനന്തപുരത്തുകാർ ഒട്ടും വിഷമിക്കേണ്ട. അവിടെ നമുക്ക് ഇതിൻ്റെ ചെറിയൊരു മിനിയേച്ചർ ഫോം കാണാൻ പറ്റും. എവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആപ്പിലൊക്കെ ഇതുപോലെ ചെറിയ എന്താ സൈക്ലിങ്ങും അങ്ങനത്തെ കുറേ സംഭവങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ ഇവിടെ വരാൻ പറ്റില്ലെങ്കിൽ അവിടെ പോയി നമുക്ക് എൻജോയ് ചെയ്യാവുന്നതാണ്. അതെ, ഇത്രയും ഒരു വൈബ് കാണത്തില്ല, പക്ഷെ ചെറിയ രീതിയിലുണ്ടാവും. അതിൻ്റെ പേരാണ് ATV. അത് ഈ റോഡിൽ കൂടെ വന്ന് ഇതുവഴി ഓഫ് റോഡിങ് പോലെ അത് പോകും. നല്ല രസമാണ് കേട്ടോ. ഒരു 4 പേർക്കൊക്കെ കയറാൻ പറ്റും. ഓപ്പൺ ജീപ്പാണ്. അതാണ് സംഭവം. നമ്മൾ ആ വ്യൂ പോയിന്റിലൊന്ന് കയറുവാണേ. ഇത് 4-5 നിലയുണ്ട്. നമുക്ക് എത്രത്തോളം കയറാൻ പറ്റുമെന്ന് നോക്കാം. നമ്മളിപ്പോൾ ആ വ്യൂ പോയിന്റ് ഏറ്റവും മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി. ഇച്ചിരി പാടാ കയറാൻ. ഇവിടെ മൊത്തം കോട കിടക്കുക. എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഫുള്ള് കോട. അവിടെ സൂര്യൻ മറയുന്നു. അവിടെ മൊത്തം മുട്ടക്കൊന്ന്, അതിൻ്റെ അടിയിലോട്ടൊക്കെ ഫുള്ള് കോട. അടിപൊളി കേട്ടോ. ഇവിടെ വന്നിട്ട് ഈ വ്യൂ പോയിന്റിൽ കയറാതെ പോയത് കേട്ടോ. നല്ല രസമുണ്ട്. കയറി വരുന്നേ ഉള്ളൂ, പക്ഷെ ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി. അടിപൊളിയല്ലേ? ഫുൾ കോട പതുക്കെ ഇറങ്ങുക. കോളേജ് പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. ഓപ്പൺ ആയിട്ട് പാട്ടൊക്കെ ഇട്ട് നല്ല ഡാൻസ് ഒക്കെയാണ് കേട്ടോ. ഇവിടെ വന്ന എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരും ഉണ്ട്. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് എൻജോയ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഇപ്പം പറയുന്ന കാര്യമാണല്ലോ, യൂട്യൂബിൽ കാണുന്ന ലൈഫൊക്കെ ഒറിജിനൽ ആണോ, അതൊക്കെ എല്ലാം ഫേക്ക് ആണോ? കാരണം നമ്മൾ കണ്ട കുറേ നല്ല ഇഷ്ടപ്പെട്ട കുറേ ഇങ്ങനത്തെ കുറേ ഫാമിലീസ് ഉണ്ടല്ലോ. അപ്പോൾ അതിനകത്തൊക്കെ നമ്മളിപ്പോൾ ഫൈനലി ഇപ്പോൾ കുറേ സാധനങ്ങൾ റിവീലായി. അപ്പോൾ അങ്ങനെ കുറേ നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. അപ്പോൾ എത്രത്തോളം സത്യമുണ്ടോ കള്ളമാണോ നമുക്ക് ഇപ്പോഴും അറിയില്ല. പക്ഷെ എന്തായാലും അങ്ങനത്തെ ഒരു ടോക്ക് ഇപ്പോൾ ഉണ്ട്. അതായത് നമ്മൾ ഈ യൂട്യൂബിൽ കാണുന്നതെല്ലാം സത്യമല്ല. മെജോറിറ്റിയും അങ്ങനെയാണ്. പക്ഷെ എല്ലാവരെയും നമുക്ക് ആ ഗണത്തിൽ കൂട്ടാൻ പറ്റുമെന്ന് ചോദിച്ചാൽ സംശയമാണ്. ഇപ്പോൾ ഒരു കുടുംബമാകുമ്പോൾ എന്തായാലും മഴക്കും ബഹളം എന്തായാലും ഉണ്ടാവും. പക്ഷെ അത് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. എന്തായാലും വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അതൊരു ഫേക്ക് അല്ല. നമ്മൾ വീഡിയോയിൽ കാണിക്കുമ്പോൾ സന്തോഷമുള്ള കാര്യങ്ങൾ കാണിക്കുന്നു. അപ്പോൾ നമ്മൾ കാണുന്നവർക്ക് സന്തോഷം വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ അത് മാത്രമേ കാണിക്കാറുള്ളൂ. ഒരു 5 മണി കഴിഞ്ഞു. ഇതേ സൂര്യനൊക്കെ അസ്തമിക്കാറായി.
ഇവിടെ ചില ബസ്സുകളിലൊക്കെ സൗണ്ട് ഏറ്റവും മാക്സിമം ഇട്ടിട്ട് അടിച്ച് പൊളിച്ചാണ് എല്ലാവരും വരുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് മാറി. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ സംഭവം. അപ്പം നമ്മൾ ഈ യൂട്യൂബിൽ കാണുന്ന എല്ലാം നമ്മളൊന്നും വിശ്വസിക്കാനൊന്നും പാടില്ല കേട്ടോ. നമ്മുടെ ഒരു അറിവ് വെച്ച് പറയണം. അപ്പം നമുക്ക് എല്ലാം നമ്മളിപ്പോൾ പോസിറ്റീവ് അല്ലെങ്കിൽ എല്ലാം ചിരിച്ചോണ്ടേ കാണിക്കത്തുള്ളൂ. പക്ഷേ ശരിക്കും അതൊന്നും ആയിരിക്കത്തില്ല. എല്ലാവരും ഈ പ്രത്യേകിച്ച് മലയാളികൾ അല്ലേ, ഇമോഷണലായിട്ട് പെട്ടെന്ന് നമുക്ക് പിടിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പല ഇമോഷൻസും വെച്ചിട്ട് അച്ഛൻ, അമ്മ, മകൻ, മോള്, അമ്മ അച്ഛൻ ബോണ്ടിങ് അല്ലേ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ഇമോഷണലി വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ പലരും ചെയ്യുന്നുണ്ടാവും. അപ്പം എല്ലാം വിശ്വസിക്കാൻ പറ്റില്ല. നമുക്ക് ഫേക്ക് ഉണ്ട്, ഒറിജിനലും ഉണ്ടാവും. യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ തന്നെ ഇപ്പോൾ കുറേ എന്താ പറയുക സർവൈവ് ചെയ്യണമെങ്കിൽ തന്നെ കുറേ കാര്യങ്ങൾ അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കുറേയൊക്കെ അവർ അഭിനയിക്കുന്നതായിരിക്കാം. അപ്പം നമ്മളെല്ലാം ഇപ്പം എല്ലാ വീട്ടിലും പ്രശ്നങ്ങളും എല്ലാ റിലേഷൻസിലും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ യൂട്യൂബ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം പോലെ ഒരു സംഭവമാണ്. അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ കാണുന്നതായിരിക്കും. അപ്പോൾ എല്ലാം നമുക്ക് എല്ലാവരും മുമ്പിൽ തുറന്ന് കാണിക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല എല്ലാവരുടെയും ഒരു ഫേസ് ആയിരിക്കും കാണുന്നത്. നമ്മളിപ്പോൾ ഈ പ്രണയത്തിൽ ഒരു ഫേസ് കാണുകയുള്ളൂ എന്ന് പറയുന്ന പോലെ തന്നെയായിരിക്കും നമ്മൾ യൂട്യൂബിലും അവരൊരു നല്ല കാര്യങ്ങളായിരിക്കും കൂടുതൽ ആൾക്കാരിലേക്ക്. പക്ഷെ യഥാർത്ഥ ജീവിതത്തിൽ എല്ലാവരും സാധാരണ മനുഷ്യരാണ്. എല്ലാവർക്കും ഫീലിംഗ്സ്, എല്ലാവർക്കും എപ്പോഴും മേക്കപ്പ് ഇട്ട് സീരിയലിൽ കാണുന്ന പോലെ ശരിക്കും പറഞ്ഞ റിയൽ ലൈഫിലാണ് നടക്കാനൊന്നും പറ്റില്ല. നമ്മളത് യൂട്യൂബിൽ കാണാറുണ്ട്. അപ്പോൾ അത് വ്യൂസ് കൂട്ടാൻ വേണ്ടി അവരുടെ ഇഷ്ടത്തിന് ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ ആസ് എ വ്യൂവർ നമ്മളെല്ലാം വിശ്വസിക്കാൻ പാടില്ല പൊന്നല്ലാന്ന് വിചാരിച്ചുകൊണ്ട് ഇപ്പൊ നമ്മള് കമ്പാരിസൺ അവരങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്തു അതുകൊണ്ട് നമ്മളെ ജീവിതം അങ്ങനെ ഒന്നും ആരും ചിന്തിക്കണ്ട. ഇതിന്റെ ഒക്കെ പുറകില് പല നെഗറ്റീവ്സും ഉണ്ട്, പോസിറ്റീവ്സും ഉണ്ട്. വിശ്വസിക്കാതിരിക്കാതെ ഓരോരുത്തരുടെ ഇഷ്ടം. പക്ഷെ ബേസിക്കലി ഞങ്ങളുടെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ കാണുന്നതല്ല വിശ്വസിക്കാറില്ല. അതെ, അപ്പൊ നമ്മള് റിയൽ ആണെന്ന് കരുതി അതുപോലെ ആവാൻ ശ്രമിക്കുകയോ അത് അവരുടെ ജീവിതം അങ്ങനെയായി നമ്മുടെ ജീവിതം ഇങ്ങനെയായി അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മളാണ് നമ്മുടെ സന്തോഷങ്ങൾക്ക് പുറകെ പോയി നമ്മൾ ജീവിക്കുക. അപ്പൊ ഞങ്ങളുടെ ഒരു ചെറിയൊരു എന്താ പറയാ ആസ്പെക്ട് ആണ് നമ്മൾ പറഞ്ഞത്. പിന്നെ പ്രത്യേകിച്ച് ഇപ്പം ഈ ഫാമിലി വ്ളോഗ് ചെയ്യുന്നവർക്കായിരിക്കും അത് കൂടുതൽ അറ്റാച്ച് ചെയ്ത് ഇമോഷണലി കുറെ അറ്റാച്ച്ഡ് ആവും നമ്മൾ ആ ഒരുമായിട്ട്. അപ്പം പെട്ടെന്ന് നമ്മളൊരു നെഗറ്റീവ് കേൾക്കുമ്പോൾ നമ്മളും ഭയങ്കരമായിട്ട് ഫീൽ ആവും. അതാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിൽ പല അഭിപ്രായങ്ങൾ പറയും. അതൊന്നും നമ്മൾ പറയേണ്ട, അതൊക്കെ അവരുടെ പേഴ്സണൽ സൈഡ്. അവർ ചിലപ്പോൾ ഇന്ന് ഇതാവും, നാളെ അവർ ഒന്നിക്കും. അതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. നമുക്ക് സന്തോഷം തരുന്ന കണ്ടന്റുകൾ നമ്മൾ സെലക്ട് ചെയ്യുക. അതിലുള്ള പോസിറ്റിവിറ്റി നമ്മൾ അവർക്ക് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ നമ്മൾ സക്സസ്ഫുൾ ആണ്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ അതെ. പിന്നെ ഓരോ കണ്ടന്റും ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പം നമ്മളെ കണ്ടന്റ് ആയിരിക്കില്ല വേറൊരാളായിരിക്കും. നമുക്ക് നമ്മളുടെ ഒരു എന്താ പറയുക സേഫ് സോണിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണിക്കുന്നു, റിവീൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ കാണിക്കുന്നു, അല്ലാത്തത് ഞങ്ങൾ പേഴ്സണലാക്കി വെക്കുന്നു. അപ്പോൾ അത്രയും ചിന്തിച്ചാൽ മതി. അപ്പോൾ ചെറിയൊരു ഇത് നമുക്ക് പറയണം തോന്നി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നമുക്കൊരു എന്താ പറയുക ഞങ്ങളുടെ ഒരു വ്യൂ പോയിന്റ് ഞങ്ങൾ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ഇവിടെ സ്ട്രേറ്റ് കൊക്ക ഇതിന്റെ നേരെ നമുക്ക് കൊക്ക സ്വർഗത്തിലോട്ട് പോവാം. അതല്ല അവിടുന്ന് നരകത്തിലോട്ട് പോവാം. സ്വർഗം നരകം സ്വർഗം നരകം. അപ്പൊ കണ്ടല്ലോ നമ്മുടെ ഇന്നത്തെ വാഗമൺ വ്ളോഗ്. അപ്പൊ ചെറിയൊരു വ്ളോഗായിരുന്നു. ഒരു സ്ഥലം മാത്രമേ പോകാൻ പറ്റുള്ളൂ. ആകെ ടയേർഡായില്ലേ? ആകെ ടയേർഡൊന്നും ആയിട്ടില്ല. നല്ല രസമുണ്ട്. നല്ല ഫുൾ ക്ലിയർ ഓക്സിജൻ ആണ്. അടിപൊളി, നല്ല രസമുണ്ട്. ഫുൾ എനർജിയാണ് ഇവിടെ. ഇപ്പൊ പുറകോട്ടാണല്ലേ ഫുൾ മെഡോസ്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഇവിടെ 5 മണി വരെ ഉള്ളു കേട്ടോ റൈഡുകളൊക്കെ. അപ്പൊ നിങ്ങൾക്ക് വരണം എന്നുണ്ടെങ്കിൽ 5 മണിക്ക് വരാം. ഗ്ലാസ് ബ്രിഡ്ജൊക്കെ നേരത്തെ തീരും. 3:30 ഒക്കെ ആയപ്പോൾ അവർ ക്ലോസ് ചെയ്തു. നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് പറഞ്ഞിരുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് ചാനൽ വൈൻഡപ്പ് ചെയ്താലോ? അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയൊരു കണ്ടന്റ് നെക്സ്റ്റ് വീഡിയോയിലാണ്. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.